Watch full episodes on Jio Hotstar. വാവ് രവ, നിന്റെ പപ്പിയെ കാണാൻ എന്തൊരു ഭംഗിയാ. താങ്ക് യു. എന്റെ ഡാഡി ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് അറിയോ? ശിവ ശിവ കളിച്ചോളൂ. ശിവ ശിവ രവ, എനിക്ക് തോന്നുന്നത് ശിവയുടെ മുറിയിലായിരിക്കുന്ന. നമ്മൾ വിളിച്ചത് കേട്ട് കാണില്ല. നമുക്ക് അകത്ത് ചെന്ന് അവനെ വിളിച്ചോണ്ട് വന്നാലോ? അതുവരേക്കും ശിവയുടെ ഡോഗി പപ്പിക്കുട്ടിയുമായി കളിച്ചോട്ടെ. ഡോഗി, ഈ പപ്പിക്കുട്ടി സൂക്ഷിക്കണം കേട്ടോ. താങ്ക് യു ഡോഗി. ബൈ ബൈ. ആഹാ, എന്ത് ഭംഗിയുള്ള പപ്പിക്കുട്ടിയാത്. നമുക്കിതിനെ കൂടെ കൊണ്ടുപോയാലോ? എന്നാ വേഗം എടുക്ക്. ആരെങ്കിലും കണ്ടാ പിന്നെ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ മുതൽ റോണിയുടെ പപ്പിക്കുട്ടിയാണ്. ഞാൻ ഇതിനെ എടുക്കുമ്പോ എന്നെ തടയാൻ ആരാ വരിക? ഈ റോണിക്ക് ഇല്ല എന്നുള്ള വാക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? എന്തിനാ ഡോഗി ഇങ്ങനെ കുരയ്ക്കുന്നത്? റോണി, ദേ ആ ഡോഗി ഇതുവരെ വന്നല്ലോ. അതെന്റെ പപ്പിക്കുട്ടിയാണ്. മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചു വരൂ. എന്ത്, നിന്റെ പപ്പിയോ? ഇതിന്റെ പുറത്തൊന്നും നിന്റെ പേരൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഇത്ര നേരം നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അതിന്റെ പുറത്ത് നിങ്ങളുടെ പേര് എഴുതിയിട്ടില്ലല്ലോ. ഈ ഡോഗി എന്റെ കൂട്ടുകാരിട്ടതാണ്. എന്റെ വീടിന്റെ മുൻപിൽ വെച്ചാണ് നിങ്ങൾ അത് മോഷ്ടിച്ചിട്ടുള്ളത്. എനിക്കെല്ലാം അറിയാം. ഈ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. അല്ല കുട്ടി, നിനക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയോ? ഇന്നു മുതൽ ഈ പപ്പി ഈ റോണിയുടേതാണ്. കുട്ടിയെന്ന് വിളിക്കരുത് ചേട്ടാ. ശിവ ശിവ എന്നാണ് എന്റെ പേര്. ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട വേണ്ട. നിങ്ങൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റോഡിലേക്ക് വരൂ. ചെറിയ ചെറുക്കന്മാരെ എന്റെ പപ്പിക്കുട്ടി തട്ടിയെടുക്കാൻ നോക്കുന്നു. നിന്റെ പപ്പിക്കുട്ടി പോയി. ശിവ
പെട്ടെന്നാവട്ടെ. ഓ നോ, നമ്മുടെ മൂന്നുപേരുടെ സൈക്കിള് ചെയിൻ കൊണ്ട് ഒന്നിച്ച് കെട്ടിവെച്ചിരിക്കുവോ? എന്താ ചെയ്യാ? ആ. അങ്ങോട്ട് നോക്കിയേ, അതായിരിക്കും രേവയുടെ പപ്പിയാവാൻ സാധ്യത. പെടറാം, നീ ആ ബൈക്കൊന്ന് നല്ല സ്പീഡിൽ ഓടിച്ചേ. പപ്പി, ഇപ്രാവശ്യം തന്നെ ഞാൻ പിടിച്ചിരിക്കും. ഓ, വേഗം വേഗം പൊട്ട്. ഓ, റോണി, ആ ചെറുക്കൻ ശിവയുണ്ടല്ലോ, എന്തൊരു ഫൈറ്റാ ചെയ്യുന്നേ. നമ്മളെല്ലാവരെയും അവൻ ഒറ്റയ്ക്കല്ലേ ഇടിച്ചു വീഴ്ത്തിയേ. ആ പപ്പിക്കുട്ടിയെ വേണ്ടെന്ന് വെച്ചൂടെ നിനക്ക്? അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് പിന്നെയും തല്ലു മേടിക്കേണ്ടി വരും. റോണിക്ക് ഇല്ല എന്നുള്ള വാക്ക് ഇഷ്ടമല്ലെന്നറിയില്ലേ? ആ പപ്പിയെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. എന്തായാലും ശരി, എങ്ങനെയായാലും ശരി, ഇനി ആ ശിവയെ ഒരു പാഠം പഠിപ്പിക്കണം. ഹലോ, ഫയൽ വൺ ഗാങ് അല്ലേ? ശിവ, അവര് പട്ടിക്കുട്ടിയുടെ അടുത്ത് എത്താനേ പാടില്ല കേട്ടോ. ഡോണ്ട് വരി രേവ, നമ്മൾ എങ്ങനെയെങ്കിലും പപ്പിക്കുട്ടിയെ രക്ഷിക്കും. ലഡു സിംഗ് സാർ പോയിട്ടുണ്ടല്ലോ. കുട്ടികളെ, ഇത്രയും വേഗം എങ്ങോട്ടാണ് പോണത്? ഒന്നില് തിരിച്ചു പോ, അല്ലെങ്കിൽ നല്ല അടി കൊള്ളും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആഹാ, ഇപ്പൊ എന്തിനാ കരയണേ? ഞാൻ തൊട്ട പോലും ഇല്ലല്ലോ. മിണ്ടാണ്ട് നിന്റെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് ഓടിപ്പോക്കോ, ഇല്ലെങ്കിൽ ഇവിടുന്ന് വലിച്ചെറിയും. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ താഴെ വീണിട്ടുണ്ട്. അവിടെ ഒന്ന് പോയി നോക്ക്. പെടറാം, ഞാൻ കണ്ടല്ലോ രേവയുടെ പപ്പി. വേദാ സിറ്റിയിൽ നിന്നും 50 കിലോമീറ്റർ വളരെ ദൂരെ. ഈ ലഡ്ഡു സിംഗിനെ പറ്റിച്ച് ആർക്കും ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഭംഗിയുള്ള പപ്പിക്കുട്ടിയെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. ഇതിനെ ഞാൻ തിരിച്ചു കൊണ്ടേ കൊടുത്താൽ രേവയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഹാപ്പി. ദേ അവിടെയുണ്ട് പപ്പിക്കുട്ടി. യൂടി വരൂ, നമുക്ക് പോയി കൊണ്ടുവരാം. ചിലപ്പോ അത് ലഡു സിംഗ് സാറിനെ കണ്ട് പേടിച്ച് ഓടിയാലോ. എന്താ സംഭവിച്ചത്? ടൈഗർ എന്റെ പപ്പിക്കുട്ടിയെ തിന്നു.
ഇത് നാഷണൽ പാർക്കാണ്. ഇവിടുത്തെ ടൈഗർ ടൂറിസ്റ്റുകളെ കാണാൻ വേണ്ടി വരികയാണ്. അതങ്ങനെ ആരെയും ആക്രമിക്കില്ല. കുറച്ചു നേരം നോക്കിയിട്ട് അത് അതിന്റെ പാട്ടിലേക്ക് പോകും. ശിവ, ചിലപ്പോ അത് ടൂറിസ്റ്റിനെ ആക്രമിക്കലായിരിക്കാം. ഇനിയിപ്പോ എന്റെ പപ്പിക്കുട്ടി അത് കഴിക്കുകയാണെങ്കിലോ? എനിക്ക് എന്റെ പപ്പിക്കുട്ടി തിരിച്ചു വേണം. ആ ടൈഗർ കഴിക്കുന്ന മുമ്പ് രക്ഷപ്പെടുത്ത്. നിക്കോ, അങ്ങോട്ട് പോകുന്നത് അപകടം പിടിച്ച കാര്യമാണ്. പപ്പിയെ പിടിക്കാൻ പോകുമ്പോ ചിലപ്പോ ടൈഗർ എങ്ങാനും വന്നാലേ നമ്മളെ കടിച്ചു കീറി കൊന്നുകളയും. ടൈഗർ എന്റെ പപ്പിക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ശിവ, നീ ഇങ്ങനെ കരയല്ലേ? ഞാൻ എന്താണെന്നൊന്ന് നോക്കട്ടെ. അതെന്താണ്? ഡ്രൈവർ, നിന്റെ പപ്പിക്കുട്ടി ഉണ്ടല്ലോ, അതവിടെ കളിക്കാണ്. അതിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നീ വേണമെങ്കിൽ നോക്ക്. കുറച്ചു നേരം പപ്പിക്കുട്ടിയുമായി കളിച്ചിട്ട് ആ ടൈഗർ അതിന്റെ പട്ടിന് പോവും. അപ്പൊ പോയി നമുക്ക് പപ്പിക്കുട്ടിയെ എടുക്കാം. ഇത് നാഷണൽ പാർക്ക് ഏരിയയാണ്. ഇവിടുത്തെ അനിമൽസ് ടൂറിസ്റ്റുകാരെ സ്നേഹിക്കും. ടൈഗർ പപ്പിക്കുട്ടിയെ ഒന്നും തന്നെ ചെയ്യില്ല. ഓ, ഈ പുലി അവിടെ നിന്നൊന്ന് പോയാ മതിയായിരുന്നു. ഒരു ഐഡിയ ഉണ്ട്. നീ ആ ബോളൊന്ന് വന്നേ. വന്നേ വന്നേ, വേഗം വന്നേ. ഇനി നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആ ചെറുക്കന്മാരും ടൈഗറും ഓടിക്കളഞ്ഞു. ഇനി പോയി പപ്പിയെ കൊണ്ടുവരാം. അവിടെ നിന്ന് ഇപ്പൊ ഈ കേസിൽ ലഡ്ഡു സിംഗാണ് കൈകാര്യം ചെയ്യുന്നത്. പപ്പിനെ ഈ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം. വേടാരാം, വാ പോവാ. എടോ പേടാരാം, വണ്ടിയുടെ സ്പീഡ് ഒന്ന് കൂട്ടിക്കേ. ആ പപ്പി എന്നെ ഒരുപാട് ഓടിച്ചു. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആ പപ്പീനെ പിടിച്ചേ പറ്റൂ. സ്പീഡ്. ലഡ്ഡു സിംഗ് സർ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. ശിവ, ഞാൻ എങ്ങോട്ടും നോക്കില്ല. പപ്പി നമ്മുടെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലഡ്ഡു സിംഗ് സർ, നിങ്ങളുടെ മുമ്പിലാണ് പപ്പിക്കുട്ടി ഉള്ളത്. നിങ്ങൾ തൊട്ടടുത്ത് നോക്കൂ. ഒന്ന് തിരിഞ്ഞു നോക്കൂ. എന്താണ് ഇപ്പൊ എന്റെ അടുത്തുള്ളത്? എന്താ നോക്കട്ടെ. ഓ താ പപ്പി ആ സൈഡാണ് പോയിരിക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും അതിനെ പിടിച്ചിരിക്കും, നോക്കിക്കോ. ഹലോ കുംഫു കിങ്, പേലി വാലെ ബ്രിഡ്ജിലേക്ക് ഒന്ന് വേഗം വരണം. കുറച്ച് ആൾക്കാരെ സ്വീകരിക്കാനുണ്ട് നമുക്ക്. ഒന്ന് വേഗം വരണം. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ശിവ. പപ്പി എന്റെ കയ്യിലാണ്, കണ്ടോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ റോണിക്ക് നോ എന്ന വാക്ക് കേൾക്കുന്നതേ ഇഷ്ടമല്ലെന്ന്. കുട്ടി, എന്തിനാണ് കൈയും കാലും ഓടിക്കാനുള്ള വഴി നോക്കണേ? ഓടിപ്പോക്കോ, അല്ലെങ്കിൽ പിന്നീട് ഓടാനുള്ള സൗകര്യം കിട്ടില്ല. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്ക്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
റോണി ഈ ശിവ കുങ്ഫു ചാമ്പ്യനാ. നിങ്ങള് 4 പേര് അവിടെ മിഴിച്ചെന്താ നോക്കി നിക്കണേ? എന്റെ ആൾക്കാർ തീർന്നോണ്ടിരിക്കുക. വന്നടിക്ക്. ഞങ്ങള് നേരത്തെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് കുറെ മേടിച്ചതാ. നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണേ സറണ്ടർ ആയിക്കോളാം. ശിവ, പപ്പിക്കുട്ടി നീ വേണേ കൊണ്ടുപോയിക്കോ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധനയാ? ജീവിതത്തിൽ ഒരിക്കലും നീ ഇനി ഞങ്ങളെ കാണാനേ പാടില്ല. റോണിക്ക് നോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇന്ന് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് വാങ്ങിച്ചത്. പിന്നെ ഞാനെന്തിനാ വെറുതെ അടിക്കണേ? ഈ കുട്ടി ഭയങ്കര ധൈര്യശാലിയാണ്. എനിക്ക് ധൈര്യശാലികളെ ഭയങ്കര ബഹുമാനമാണ്. അവിടെ നിൽക്കാൻ. അവസാനം ഒരു പോലീസുകാരന്റെ എൻട്രി കൂടാതെ ഒരു കഥ അവസാനിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. You all are under arrest. Watch India's largest kids library only on Jio Hotstar. Download the app now.